അയ്യോ എടാ ഷുക്കൂറെ ഓടിവാ ഒരു സോഡ താരങ്ങളോട് ഇവിടെ അക്കയ്ക്ക് ബേപ്പി കൂടിയെന്ന്. ആണോ? അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരു ലീവ് വരാൻ പറ്റുമോ? അക്കറിയാലോ വെറുതെ ഇരുന്ന് തിന്നാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് ഞാൻ അക്കന്റെ ഗ്യാങ്ങിൽ വന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പോലീസ്. നമ്മൾ ജയിലിൽ കയറിയല്ലേ അവിടെ ചപ്പാത്തി പരത്തണം, ചിക്കൻ കറി വയ്ക്കണം, ഇതെല്ലാം ചെയ്ത് നടുകൂടി. പ്ലീസ് അക്ക, അക്കം കരയരുത്, അക്കം കരയരുത്. എന്റെ ഹൃദയം പിടക്കി. നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ പറയുന്നത്? പുതുപ്പിനോട് നാളെ രാവിലെ 8 മണിക്ക് വരാൻ പറയണം. പറഞ്ഞേക്കാം. ഞാൻ കുടിച്ചോളാം. ചോക്കോബാറല്ലത് വാളംപുളിയാ. അക്കക്ക് വിശക്കൂലേ? തേക്ക് അങ്ങോട്ട് നോക്കിയ സൂര്യനെ കണ്ട നെയ്റോഷി ചമ്മന്തി ഒഴിച്ചല്ല. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി എടുത്തപ്പോഴേക്കും നിങ്ങൾക്ക് ദോഷകരമാണ്. ഞാനിപ്പോ കത്തിക്കണില്ല, തീർന്നില്ല പണി. ഓട്ടം പോവോ? ഓ കേറിക്കോ. രാവിലെ എന്നെ മരണമല്ല കേൾക്കുന്നേ. സഹോ നാം നടന്നു പോയിക്കോളാം. എന്താ നീ രാവിലെ ആളെ കളിക്കാണോ? രാവിലെ കയറിക്കൊണ്ടും മനുഷ്യനും മനക്കെടുത്താനൊക്കെ വന്നോളും നാശകള്. എന്താടി ചെയ്താ മുറി? ഹലോ ഇക്ക, ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കിട്ടുവോ? ആ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം മറക്കണ്ട. ഇന്ന് അടച്ചില്ലെങ്കിലേ നാളെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. മുതലക്കുളത്തേക്ക് ഓട്ടം കിട്ടുമ്പോ അടച്ചോളാ. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. 2C. ശരി. ഓക്കേ മാഡം, അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നു. ചേട്ടാ പോവോ? എന്തേ പോണ്ടേ? പോണം. മുതലക്കുളം. മുതലക്കുളത്തേക്കാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേറ്. 2C AC ഒന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും. അതിനിടയിൽ കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലുവയുടെ മണവും കിട്ടും. കേറിക്കോ കേറിക്കോ. കേറിയാ? ഇല്ലേട്ടാ, ഒരു മിനിറ്റ്. പോകട്ടെ. മുതലക്കുളത്ത് എവിടെയാണ് പോകേണ്ടത്? ഞാനതിന് കറണ്ട് ഓഫീസ് വരെ ഉണ്ട്. അത് ഈ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ടാക്സ് ഒക്കെ കിടക്കണ ആ ഓഫീസ്, ഇതിലേതാ? അതൊന്നും അല്ല ഏട്ടാ, എനിക്ക് അവിടെ ഒരാളെ കാണാനാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി. അപ്പൊ കോപ്പറേറ്റീവ് കോളേജിന് മുമ്പിൽ ഇറക്കാം. അതാവുമ്പോ കുറച്ച് മൊഞ്ചത്തുകളൊക്കെ കാണാനല്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്? അതേട്ടാ. അതാണ്. കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. എവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം മാത്രം പറയാൻ മതി. മോനെ ഇവിടെ നിർത്തിയാ? ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത്. മതി. എത്രയാ? 40 രൂപ. അയ്യോ മോനെ, ചേഞ്ചിലില്ല, കൈയിട്ടിപ്പോ കിട്ടിയുള്ളൂ. വേറെ ചേഞ്ച് ഇല്ലല്ലോ. എന്നാ ചേട്ടനത് വെച്ചോ, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ തന്നാ മതി. ഓ ശരി. നമോ ഭാഗം. പോട്ടെ. ഫോട്ടോടൊക്കെ പോക്ക് കണ്ട ബംഗാളി പാട്ടോടെ ടൈമിങ്ങളല്ലേ. അയ്യോ എന്ത് ശബ്ദം കേട്ട്? പുതുപ്പേട്ട ഒന്നും ഇറങ്ങി, ഞാനോട് കയറട്ടെ. വണ്ടി നീ ഓടിക്കോ.
ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കാനാ എന്റെ പട്ടി ഓടിക്കും ഞാനേ തൂങ്ങിക്കിടന്ന് വന്നോളാം പട്ടി ഒന്ന് വണ്ടിക്കാട്ട് തൂങ്ങാൻ സ്ഥലം ഡിക്കോർക്കോ മടക്കി ഉടനെ പോയി. എന്തൊരു പതാലേ ചേട്ടാ ഇതിലേതെങ്കിലും നോക്കിയോ? തീർച്ചയായിട്ടും മധുമൊഴികാതെ ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും. ചേട്ടാ ആ ഡോർ തുറന്നു. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. ഇവിടാണോ? നീ ഇപ്പൊ വാർക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ, നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയോ. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് ഈ കഴിയും. പൊടാ പട്ടി. അതൊക്കെ വെറുപ്പാണ്. ജബ്ബാറെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ നേരായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം ഒന്ന് അടിച്ചു പറിക്കാലോ. ഈ വണ്ടിയായിട്ടാ എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? കിടക്കൊന്നും തള്ളണം. ഈ തള്ളല്ല കുഴപ്പ്, തന്റെ ഭാഗത്തുള്ള നിർത്ത്. എന്താ തള്ളാടി? മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് പോലീസും ഉണ്ട്. എന്നാ നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവനെ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും അറിയില്ല. ഒരൊറ്റൊരുത്തരാണ് ഇവരെ ചീത്തയാക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്ക്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയാ? ഇല്ല. ഈ ചായക്കട AC ആണ്. അതാണ് ഇതിന്റെയൊക്കെ കുഴപ്പം. ചായക്കട AC ആണെങ്കിൽ ചായ തണുത്തു പോകില്ലേ? ചായ കുടിക്കുമ്പോ AC ഓഫ് ചെയ്താ പോരെ? അത് ശരിയാണല്ലോ. എന്റെ കർത്താവേ, പിന്നെങ്കിലും ഇത് നടത്തി തരണേ. ഡീസല് തീരാറായെന്നാ തോന്നുന്നു. തുടങ്ങിയല്ലോ, അപ്പത്തേക്ക് തീരാറായ. ഞാനെന്ത് അതെ, പകുതിക്കുള്ളിൽ ഞങ്ങളല്ലേ തള്ളിയത്. അതുകൊണ്ട് ഇവിടം വരെ എത്തി. അത് തള്ളാത്തോ? നന്ദിയില്ല. അക്ക, വണ്ടി സ്റ്റാർട്ടാവാൻ സമയം പിടിക്കും. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലാ? അതൊക്കെ രാവിലെ കഴിച്ചിട്ട് അക്ക വണ്ടി തല്ലിപ്പോയി. അതെ 9:30-ക്കുള്ളിൽ അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ നീയൊക്കെ മുഴുവൻ പട്ടിണിയിലായിരിക്കും. അത് മറക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ ബാബ. ഹലോ ബാബ, നമ്മൾ 8:30 മുതൽ ട്രൈ ചെയ്യുന്ന അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ലോഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങിയതാ. കഥ മാറിയെന്നാ തോന്നുന്നത്. വാപ്പയുടെ നെഞ്ചത്തടാ നിന്റെ കളി. മനുഷ്യനെ നന്നായിട്ട് തേങ്ങരിച്ചു. ഇന്ന് നമ്മള് ലീവ് ആക്കിയാന്ന് ആലോചിക്കണം. നിങ്ങളിങ്ങനെ ലീവാക്കിയ 5-6 മുറ്റത്ത് ഓടിക്കളിച്ച് ഇറക്കണേ. ഈ കുന്ത്രാനെ പറ്റി ശല്യമല്ല. ഇതെന്താ ഫോണാ? എത്ര കാലം നിങ്ങളോട് വാങ്ങിച്ചു തരാൻ പറയണേ, ഇപ്പോഴെങ്കിലും തോന്നിയില്ല. നമ്മുടെ കളഞ്ഞു കിട്ടിയതാ. സത്യം പറ, നിങ്ങൾ ഇത് അടിച്ചു മാറ്റിയതല്ലേ? പിന്നെ ഏതാ ഈ ഫോൺ? ഞാൻ പറഞ്ഞില്ലേ കളഞ്ഞിട്ടാണെന്ന്. വണ്ടി കയറി ആരാന്റെ? എന്നെ പഠിച്ചാനേ. അല്ല, നിങ്ങളെന്താ നേരത്തെ ബെല്ലടിച്ചിട്ട് നോക്കാഞ്ഞേ? ഞമ്മക്ക് ഇതിന്റെ കിക്ക് മൊത്തൊന്നും വലിയ പരിചയമില്ല. അല്ല, വസീമിനെ അറിയാ, ഓനെ വിളി. വസീമേ, വസീമേ. ഇതൊന്ന് നോക്കിയാ. വാങ്ങിയ അത് നമ്മുടെ അല്ല,
ഇത് നമ്മടെ നവാസ്ഖാന്റെ ഫോൺ പോലത്തെ ലോക്കാണല്ല നമ്പർ പറ. നമ്പർ എനിക്കറിയാമോ? സത്യം പറ നിങ്ങൾ ഇത് അടിച്ചു പറ്റിയല്ലേ? കള്ള ഹിമാറിനെ ഒറ്റ കിഴ്ത്തിണ്ടാ. എന്റെ മനുഷ്യനെ ഇത് വല്ല പാവങ്ങളുടെ ആയിരിക്കും. ഇനി അവര് വല്ല പരാതിയും കൊടുത്തിട്ട് വേണം കള്ള മമ്മാലിയുടെ വീട്ടില് പിന്നെയും പോലീസ് കയറിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. പോയി കറിയോ കളി. എന്ത് പാപ്പേടന്റെ ഉമ്മാന്റെ കെട്ടുവല്ലേ? അല്ല പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പോയത് വലിയ അബദ്ധമായി പോയി. ശുക്കൂറേ നിനക്ക് വിശക്കണുണ്ടാ? 30 രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ ഈ കൂട്ടുകാരന്. അതിൽ കൂടുതൽ വല്ല കഴിക്കണമെങ്കിൽ നീ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ പാത്രം മുഴുവൻ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ കിട്ടൂലേ? എന്ത് കഴിയാലും കുഴപ്പമില്ല, വിശന്നിട്ടല്ല. നീ എന്തെങ്കിലും വാങ്ങിച്ചാ? പിന്നെ നമ്മൾ എന്ത് തിന്നൂടാ ശുക്കൂറേ? ആ ദൈവമേ, ഉള്ള പ്രദേശം നശിപ്പിച്ചു. ദേ വരണേ. വരുന്നിടത്ത് കാണും അല്ലേ? എന്താടാ? ഓ മൈ ഗോഡ്, ചിക്കൻ പുട്ട് കണ്ടോ? ചിക്കൻ പുട്ട്, മട്ടൻ പുട്ട്, മസാല പുട്ട്, പാനിപൂരി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പേപ്പറിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചാല കളഞ്ഞാ അത് ഇല്ലല്ലോ. വേഗം വന്ന് കേറടാ. ഇവിടെ മനുഷ്യർ തലക്ക് തീ പിടിച്ചിരിക്കുമ്പോ നിന്റെ കൊടുക്കുന്ന തീറ്റ. എന്നിട്ട് പോകായിരുന്നില്ലല്ലോ. ഞങ്ങളൊന്നും കഴിച്ചില്ല, ഞങ്ങൾ കഴിക്കണ കണ്ടേക്കായിരുന്നു. എടാ ജബ്ബാറെ, പോലീസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ന്യൂസ് ഇല്ല, നമുക്ക് അവനെ ജീവനോട് പിടിച്ചേ പറ്റും. ഞങ്ങൾക്ക് ജീവൻ വേണ്ട. ഒരുത്തരെ നമ്മൾ ജീവനോടെ പിടിച്ചിട്ട് എത്ര നാളായി. എന്നാ പിന്നെ ഈ തടിയോണ്ട് അങ്ങനെയെങ്കിലും വല്ല ഉപകാരം ഉണ്ടാവട്ടെ. ബിരിയാണി കല്യാണത്തിന് പീസാക്കാൻ കൊള്ളാം. എവിടെ കല്യാണം? കണ്ടാ ഫുഡെന്ന് കേട്ടപ്പോ ആക്രാന്ന് കണ്ട. വണ്ടി എടുക്കണ എന്തൊരു ടൈമിങ് ഇന്ന് സ്റ്റാർട്ടായ എല്ലാം കൂടി കേറണം. മലക്കുടിയാ. സ്റ്റിയറിംഗ് പുറകിലായാ മതിയായിരുന്നു. ഫ്രണ്ടിൽ ഒരാളെ കൂടി കയറ്റിയിരുന്നെങ്കിൽ കറക്റ്റ് സീറ്റായിരുന്നു. ഓടിച്ചാ മതി. ഇത് സ്പീഡിന് പോവുകയാണോ അതോ നിയന്ത്രണം വിട്ടു പോവുകയാണോ? കാറ്റ് പിടിച്ചു പോകണമെന്ന്. ഇതിന്റെ ഡിസ്പ്ലേ 2 ദിവസം എടുക്കൂടാ. നീ പോയിട്ട് വാ. ശരി. എന്താ നമസ്തേ. ഈ കുന്തരാട്ടത്തിന്റെ ഒച്ചയും പറയുന്നത് കുറച്ചേ. നിങ്ങളിപ്പം ഫോണെപ്പോ വാങ്ങി? ഇത് വണ്ടി കിടന്ന് കിട്ടിയതാ. ഓഹോ, പഴയ പരിപാടി പിന്നെ തുടങ്ങിയല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കടാ. പണ്ടിന്റെ ഇളയാമാനെ കണ്ടുപോയ പിന്നെ നമ്മളെല്ലാവരും കാണുന്ന കള്ളനെ പോലെയാ. അത് നമ്മുടെ കുഴപ്പമല്ല. നിങ്ങളിങ്ങനെ കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചോ നിനക്കറിയാം. എന്റെ 6 മക്കളാണ്. അവരുടെ ഉമ്മാന ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. പാറ്റേൺ ലോക്കൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും ആവും. 500 രൂപ? ഇത് വിറ്റ കാശുവല്ല കിട്ടും. ഒന്ന് പോയളേപ്പാ. ഇതുവല്ല പാവങ്ങളുടെ ഫോണായിരിക്കും. ഇതാ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കും. ഇതാ അവരെ കണ്ടാണ് കിടന്ന് വിളിക്കുന്നത്. നീ തന്നെ ഒരു സത്യവാൻ വന്നേക്കണത്. പിന്നെ ഇങ്ങനത്തെ ഫോണായിട്ടല്ലേ പാവപ്പെട്ടത് നടക്കണത്. ഒന്ന് പോടപ്പാ. സത്യസന്ധനും സർവോപരി നമ്മുടെ എല്ലാ അഭിമാനവുമായ ശ്രീ പണ്ഡിറ്റ് മമ്മാലിയെ പുകഴ്ത്താൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഈ സത്യസന്ധതയെ ഈ കോഴിക്കോട് നഗരം മുഴുവനായി ആദരിക്കുകയാണ്. ഇനി ഇദ്ദേഹമാകട്ടെ നമ്മുടെ ഒക്കെ മാതൃക. മമ്മാലി, നമുക്കൊരു സെൽഫി. ഹലോ മോട്ടോ. എടാ ഈ പഴയ 500 നോട്ട് എടുത്ത് വാങ്ങിച്ചില്ലാട്ടാ. 500 പഴയ കളിയടാ. ഇപ്പൊ 1000 കൊടുത്തിട്ടും കാര്യമില്ല.
ആഹാ, എന്ത് നല്ല പോലീസ് സ്റ്റേഷൻ. പ്രതികൾ പോലീസ് സ്ഥലത്ത് പറയുന്നു. കൊള്ളാം. സാറേ ഇവൻ നമ്മളെ കുഴപ്പിക്കുന്ന തോന്നുന്നു. അവരെ കൊണ്ട് ഇറക്കി വിട്. നീ ഇവിടുത്തെ കമ്പിക്കോട്ടിടിച്ച് ഞങ്ങൾക്കൊണ്ട് പണിയാൻ നോക്കല്ലേ? ഇനി നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. ദൈവമേ, ആളറിയാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഇടിയാണ്. എന്താ ഒന്നുമില്ല സാറേ, എന്താ കാര്യം? വില്ലേജ് ഓഫീസറിന് കയറി മാറി കയറിയതാ. ഓ, പിന്നെ ഓ, സമാധാനമായി. Hello, Mr. Tank. I am off. He immediately coming and the pickup. Okay? This is the spot is Modalakola. Okay. ഞാൻ ഫിറ്റായി വെളിയിൽ കെട്ടി ഞാൻ തന്നെ അങ്ങ് ഫിറ്റാക്കി കെട്ടിയാണ്. ഇത് പഴയ റോപ്പായോണ്ടാട്ടോ. നാളെ പോലെ നല്ല റിച്ച് റോപ്പ് കൊണ്ടുവരണം. കുലിക്കല്ലേ കുലിക്കൊണ്ട് ഞാൻ കുലിക്ക് സർബത്ത. ഉതിപ്പോ ഈ വണ്ടി കൊടുത്തിട്ട് വേറെ വല്ല വണ്ടിയും മേടിക്കും. എന്റെ മോനെ എത്ര പേര് ചോദിച്ചാണെന്നറിയോ? കൊടുക്കൂല മോനെ വണ്ടി. ആർക്കും കൊടുക്കരുത് കേട്ടോ ഈ വണ്ടി. ഇവ ഒറ്റയ്ക്കിടന്ന് അനുഭവിക്കും. തിരിച്ചിടാം. ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സൈഡ് ഓക്കെ ഉണ്ട്, പക്ഷെ സാധാരണ വണ്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആകണമെങ്കിൽ ബാക്കിൽ നിന്ന് തള്ളണം. പക്ഷെ ഈ വണ്ടി ഉണ്ടല്ല, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നല്ല വെള്ളം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തന്റെ ഫ്രണ്ടിൽ നിന്നുള്ള തളർത്ത് വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഇതിലിപ്പോ ഏതാണ് പഞ്ചർ? ഇവന്റെ ഒരു ഭാഗ്യം. ഇവിടെ മനുഷ്യൻ രാവിലെ മുതൽ പട്ടിണി. അവനൊക്കെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് കുടിച്ചിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ പോകും. ഇവനായിട്ട് എങ്ങാനും ജനിച്ചാ മതി. നമുക്ക് വണ്ടി അക്ക നമ്മുടെ കാശ് കൊടുത്തിട്ട് ഇട വന്ന് തന്നു. കൈ വെച്ചപ്പോഴേ സ്റ്റാർട്ടായി. വേഗം എന്തേ കൈന്റെ കുഴ തെറ്റിയാ? വളഞ്ഞില്ലെങ്കിൽ നേരെ പോ. വളഞ്ഞു എന്തോ സംഭവിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ആവും. എന്തായാലും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകും. വളഞ്ഞു. എടാ ബെങ്കു നീ മാറിയുന്നേ. വേഗം ഞാൻ ഈ ഗീറ് വീണ്ടും വളഞ്ഞു. എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, വളവാണേ. ഡോറ് തുറന്നു പോരുതേ. എന്ത് പറ്റി? ഞാൻ രാവിലെ മുതൽ പറയണാണ് ഡീസൽ തീരാറായെന്ന്. മൊത്തം തീർന്നു. എന്താന്ന് വെച്ചേ എന്റെ കർത്താവേ, എന്തൊരു പരീക്ഷണമാ. ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ പോകാനാണ്? ഇവിടെ ചായക്കട ഉണ്ടാവോ? അതെ, ഉതുപ്പ് ഡീസൽ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ കഴിച്ചാലോ? അവന്റെ ഒടുക്കത്തെ തീറ്റം. ഇടങ്ങേറി കയ്യിൽ നിന്ന് പോയപ്പോഴാശ്വാസമായി. ഓ